അല്ലാഹുവേ ഇൽമ പഠിപ്പിച്ചു തരണേ, ഇൽമിൽ വർദ്ധനവ് നൽകണമേ എന്ന് ദുആ ചെയ്ത നബി തങ്ങൾ അല്ലാഹു ഹബീബിനോട് എനിക്ക് വർദ്ധിപ്പിക്കണം, എനിക്ക് ഇനിയും വേണം എന്ന് ചോദിക്കാൻ പറഞ്ഞ ഒരു വിഷയം ഇൽമിന്റെ വിഷയമാണ്. വഖുർ റബ്ബി, അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ പറയണം, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിക്കണേ തമ്പുരാനേ. അതിന്റെ മുമ്പ് അല്ലാഹു പറയുന്നത് വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധം വേണമെന്നാണ്. ഖുർആൻ ഓതാത്ത ഒരു ഉസ്താദ് കാര്യം പോക്കാണെന്ന് അർത്ഥം. നമ്മൾ കിതാബുകൾ ഒരുപാട് ഓതുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വിഷയം തഹ്ഖീഖാക്കാൻ നമ്മൾ സമയമെടുക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരികയാണെങ്കിൽ കാര്യമില്ല. ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയില്ല. ഇൽമിന് അല്ലാഹു കൊടുത്ത സ്ഥാനമുണ്ടോ, അത് ഖുർആൻ ഓതുന്നവർക്കാണ്. അങ്ങനെ തന്നെ ആലിമീങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ കിതാബുമായി ഹദീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ പോലും അതിനിടയ്ക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. അങ്ങനെയല്ലേ? വിശുദ്ധമായ ഖുർആൻ ഒരു മാസത്തിൽ ഒരു ഖതം തീർക്കാത്ത ആളുകൾ ഫഖദ് ഹജറഹു, ഖുർആനിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസത്തിൽ ഒരു ഖതം, അതിനാ നമ്മൾ 30 ജുസ്ആ എന്നത് വിശുദ്ധ ഖുർആൻ. 30 ജുസ്ആ ആലിമീങ്ങൾ നമ്മുടെ മുൻഗാമികൾ അത് ജുസ്ആക്കി വെച്ചത് ഒരു ദിവസം ഒരു ജുസ് ഓതി 30 ദിവസം കൊണ്ട് ഒരു ഖതം തീർക്കാൻ പറ്റണം. അതിനാണ് ജുസ്ആക്കിയത്. റമദാൻ മാസം വരട്ടെ എന്ന് നമ്മൾ പറയില്ലേ അല്ലേ? സുബ്ഹാനല്ലാഹ്. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه. വിശുദ്ധമായ ഖുർആനിന്റെ വഹി നബിയെ അങ്ങേക്ക് നാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ധൃതി പിടിക്കേണ്ടതില്ല, അല്ലാഹു നിങ്ങൾക്കത് പൂർത്തിയാക്കി തരും. അങ്ങ് വിഷമിക്കരുത് നബിയെ. ഖുർആൻ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനഹു فإذا قرأناه فاتبع قرآنه إن علينا جمعه وقرآنه. വിശുദ്ധമായ ഖുർആൻ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിത്തരേണ്ടത്, അങ്ങേക്ക് മനഃപ്പാഠമാക്കി തരേണ്ടത് നബിയേ എന്റെ ഡ്യൂട്ടിയാണ്, ഞാനത് ചെയ്യും നബിയേ, അതെന്റെ ബാധ്യതയാണ്. അങ്ങ് ധൃതി പിടിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആനിനെ പരാമർശിച്ചതിന്റെ ശേഷം നബി തങ്ങളോട് അല്ലാഹു പറഞ്ഞ വാക്കാണ് വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു നൽകണമേ. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. ഉള്ളവരൊക്കെ എല്ലാവരും നിങ്ങളെ മോശാക്കാനൊന്നുമല്ല. അപ്പൊ എല്ലാരും പൊക്കുണ്ടല്ലോ മാഷാ അല്ലാഹ്. ഒന്ന് കൈപൊക്കട്ടെ, ഒന്ന് പൊക്കി നോക്കി. മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ പൊക്കുന്നുണ്ട്, ആണുങ്ങളും മാഷാ അല്ലാഹ്. മതി മതി മതി. ജസാക്കുമുല്ലാഹ്. FB എന്നതിന് പറയലില്ലേ? ഷെയ്ഖ് ഹംസ യൂസുഫ് അതിനെ സംബന്ധിച്ച് എഫ് ഫിത്ന, ബി ബുക്ക്, ഫിത്ന ബുക്ക് എന്നാ പറയല്. ഫേസ്ബുക്കിന് ഫിത്ന ബുക്ക്. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, ഫിത്ന ബുക്ക് അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് ഒരുപാട് നന്മ കിട്ടുന്ന ആളുകളുണ്ട്, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ഉണ്ട്. അത് ഡെയിലി ഇപ്പൊ കൈവക്കിയില്ലേ, അത് ഡെയിലി ഒന്ന് തുറന്നു നോക്കാത്ത ആള് എന്നും ഡെയിലി ഒന്ന് ആ അക്കൗണ്ടിൽ ഒന്ന് നോക്കാറുണ്ട്. അങ്ങനത്തെ കൂടെ കൈവക്കിയാട്ടെ. എന്താണ് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഞാൻ പറയാൻ പോണത്? എന്നാ ഞാൻ പറയണില്ല. എന്നും ഫേസ്ബുക്ക് നോക്കണുണ്ട്. ഇനി പിന്നെ അപ്പുറത്തൊരു ജുംല പറയാൻ ആഗ്രഹമുണ്ട്, ഞാൻ പറയണില്ല. വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കുന്നുണ്ടോ? അതാണ് വിഷയം. നമ്മൾ ഈ കഥയൊക്കെ വായിച്ചു തീർന്നിട്ട് എപ്പോഴാണ് ഖുർആൻ നോക്കാൻ പറ്റുക? ലൈക്ക് വരാത്തോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ട് ചില കുട്ടികൾ. എനിക്ക് എന്റെ ആ ഫോട്ടോത്തിൽ ലൈക്ക് കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മാനസിക രോഗം, പുതിയ അസുഖം അതാണ് മാനസിക രോഗം. എനിക്ക് സ്കൂളിൽ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ഞങ്ങളുടെ ഒരു ട്രെയിനിങ് ഡേ ആയിരുന്നു. അപ്പൊ അതിന് മൈൻഡ്ഫുൾനെസ് എന്നായിരുന്നു ഇതിന്റെ തീം. മൈൻഡ്ഫുൾനെസ്, ഒരു വിഷയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വിദ്യാർത്ഥികളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണുള്ള കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. മുഴുവൻ സമയം മൊബൈൽ കളിക്കുന്ന പഠിക്കാൻ കഴിയില്ല. ദർസും കഴിയില്ല, സ്കൂളും പറ്റൂല, കോളേജും പറ്റൂല. അതിന് ഉസ്താദന്മാരൊക്കെ കണിശമായും മൊബൈൽ ഫോൺ ബാൻ ചെയ്യുന്നത്, വേണ്ടെന്ന് പറയണം. അപ്പൊ നമുക്ക് ഉസ്താദന്മാരുടെ ദേഷ്യം വരും. ഈ ഉസ്താദിന് ലോകം തിരിയില്ല എന്ന് പറയും. ആ കുറച്ച് കഴിഞ്ഞ് എന്റെ ഉസ്താദിനെ ലോകം തിരിഞ്ഞതെന്ന് അവന് മനസ്സിലാവും. അത് മനസ്സിലാവും മുമ്പ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അതാണ്ടാവുക. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അതിലൊരു ചർച്ച വന്നതാണ്. കുട്ടികൾക്ക് വലിയ ആങ്സൈറ്റിയും പ്രയാസവും ഒന്ന് വരുന്നുണ്ട് ചില കുട്ടികളിൽ. അവരയക്കുന്ന ചില ചിത്രങ്ങൾക്ക്, വീഡിയോകൾക്ക് ലൈക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ. എന്തൊരു കാലം!
ഫേസ്ബുക്ക് ലൈക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടാവുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ലൈക്കിന് അടിക്കാനും വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഉപകാരമുള്ളത് പോസ്റ്റ് ചെയ്താൽ പോരെ? കുക്ക് ചെയ്യണതും അലക്കണതും തിരുമ്പണതും കുളിക്കണതും എന്തിനാ ഇതൊക്കെ? യാത്ര പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും അനാവശ്യം. ഒരു മനുഷ്യൻ നോക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? ഇസ്ലാമിക് ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്കറിയാം. ഇസ്ലാമിക ശില്പകല ആ വൈഭവം, നമ്മുടെ താജ്മഹലിനെ പോലെയുള്ള, കുതുബ് മിനാറിനെ പോലെയുള്ള, ഉസ്ബെക്കിസ്ഥാനിലാണ് അത് ഒരുപാട് ഞങ്ങൾ കണ്ടത്. ബുഖാരി ഇമാമിന്റെ മഖാമ്, അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ബിൻ ഈസ തുർമുദിയുടെ, ഇമാം തുർമുദി തങ്ങളുടെ, അബൂ ഈസ തുർമുദിയുടെ, മഹാനായ അബൂ ഈസ തുർമുദിയുടെ, ഇവരുടെയൊക്കെ ആ മനോഹരമായ മഖാമുകളൊക്കെ എത്രയോ ശില്പങ്ങൾ, എഴുത്തുകൾ, ഖുർആൻ, ധാരാളം ഖുർആനും കിതാബും ഹദീസും നിറയെ അവിടുത്തെ മദ്രസകളായിട്ടുണ്ട്. അവിടുത്തെ വലിയ വലിയ അറബി കോളേജുകൾ ഇറാനിൽ പോയാൽ ഇഷ്ടം പോലെ ഉണ്ട്. മുസ്ലിം രാജ്യങ്ങളിൽ, നമ്മുടെ ഗൾഫ് നാടുകൾ അത് കാണുന്നില്ല, പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഇത് ഒരുപാട് കാണാം. എന്തിനാണെന്നറിയോ? ഒരു മനുഷ്യൻ ഒരു ബിൽഡിംഗ് നോക്കുമ്പോൾ പോലും അവന്റെ നോട്ടം വെറുതെ ആവരുത്, ഒരു ആയത്തെങ്കിലും വായിക്കണം. അതിനാണ് ഈ ചുമരുകളിലൊക്കെ ആയത്ത് വെക്കുന്നത്. വെറുതെ ഒരു നോട്ടം ഉണ്ടാവരുത്. വെറുതെ നോക്കി ഒരു ബിൽഡിംഗ് കാണാൻ ചുരുക്കുണ്ട്, ആ മാഷാ അല്ലാഹ്, പക്ഷെ ആ നോക്കുന്ന അതാ ഒരു ആയത്ത്, റബ്ബി സിദ്നി ഇൽമാ, പടച്ചോനെ എനിക്ക് ഇൽമ തരണമേ. ഒരു ഇൽമ കിട്ടിയില്ലേ? ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ചില പള്ളികളുടെ മെഹ്റാബിൽ കാണാം. ആ ആയത്തെങ്കിലും മിനിമം ഓർമ്മക്കൂലേ? വെറുതെ ഒരു നോട്ടമുണ്ടാവരുത്. അതിനാണത്രേ ഇസ്ലാമിക ആർക്കിടെക്ചറുകളിൽ ആയത്തുകളും ഹദീസുകളും ധാരാളമായ അറബി ശില്പങ്ങളും കാലിഗ്രഫിയും നമ്മുടെ ശില്പങ്ങളിൽ വരാൻ കാരണം. വെറുതെ ഒരു നോട്ടം, വെറുതെ നോക്കണ്ട, അതിലൊരു കാര്യം വേണം, ഒരു ഇൽമു വേണം. വിശുദ്ധമായ ഖുർആൻ പോലും ഓതാൻ സമയം കിട്ടാത്ത വിധം ദുന്യാവുമായി നമ്മൾ ഇടപഴകി കഴിഞ്ഞു. ഈ ദുന്യാവ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കും. ഈ ഫേസ്ബുക്കിൽ തന്നെയാണ് ഈ ദുന്യാവ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ വെറുതെ അനാവശ്യമായ സമയം കൊല്ലുന്ന ഈ ഏർപ്പാടുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനായ ആലിമീങ്ങളെ സംബന്ധിച്ച് ബൽ ഹുവ ആയാതുൻ ബയ്യിനാത് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിലാണ് വിശുദ്ധമായ ദീനിന്റെ ഇൽമ അല്ലാഹു സൂക്ഷിച്ചു വെച്ചത്. ഈ വിശുദ്ധ ഖുർആൻ രണ്ടർത്ഥമാണതിന്. വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാകുന്നത് ഇൽമ നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിലാണ്. ഒരർത്ഥം അന്ന ഹാദിഹിൽ ആയാതി ബയ്യിനാതുൻ മആനിഹാ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം ആലിമീങ്ങളുടെ ഹൃദയത്തിലാണ് അല്ലാഹു നൽകിയത്. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമുമാർ അടക്കമുള്ള ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ആയത്തുകളെ വ്യാഖ്യാനിച്ചത്, ഹദീസുകളെ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ പറയാൻ കാരണം ആലിമീങ്ങളെ സംബന്ധിച്ചാണ് ഖുർആന പറഞ്ഞത്. ഈ ആയത്ത് പരിഭാഷ വായിച്ചാൽ ഒരുപാട് ആളുകൾ തിരുത്തി കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരു ആയത്ത് വരുമ്പോൾ ആരെക്കുറിച്ച്? ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ കുറിച്ചും പറഞ്ഞതൊക്കെ മുസ്ലിമീങ്ങളെ പറ്റി പറയവര്, അതിന്റെ സിയാഖിൽ നിന്ന് മാറ്റിയിട്ട്. അങ്ങനെ ചെയ്യരുത്. ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട സച്ചരിതരായ പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളിൽ, അവരുടെ വാക്കുകളിലും രചനകളിലുമാണ് വിജ്ഞാനം അല്ലാഹു ഖുർആനിന്റെ രഹസ്യങ്ങൾ വെച്ചു കൊടുത്തിട്ടുള്ളത്. ചിലര് പഠിച്ചെടുക്കുന്നതാണ്, ചിലർക്ക് ലദുന്നിയായി അല്ലാഹു നൽകുന്നതാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോയ യാത്ര പോലെ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഞാൻ എന്റെ പ്രത്യേകമായ കാരുണ്യവും എന്നിൽ നിന്ന് ഇൽമും നൽകിയ ആൾ മഹാനായ ഖദർ നബി അലൈഹിസ്സലാമിനെ മൂസ നബിയും യൂശഅ ബിൻ നൂൻ അലൈഹിസ്സലാമും മജ്മഉൽ ബഹ്റൈനിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അഖബ കടൽ ഒത്തുചേരുന്ന സ്ഥലത്ത് വെച്ച്. ശറഅ് അറിയുമായിരുന്ന സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം, കിതാബ് നൽകപ്പെട്ട നബിയാണത്. വകല്ലമല്ലാഹു മൂസ തക്ലീമാ, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ മൂസ നബി അലൈഹിസ്സലാം ഗൈബിയായ അല്ലാഹു നൽകുന്ന ഒരുപാട് ഇൽമുണ്ടായിരിക്കെ തന്നെ
ലദുന്നിയായ ചില ഇൽമിന്റെ ഭാഗങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബിയെ തേടി യാത്ര പുറപ്പെടാൻ പറഞ്ഞത്. ഇൽമ് പല വിധത്തിൽ നൽകപ്പെടുന്നവരുണ്ട്, ഇൽമ് വായിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്. എന്നാൽ അല്ലാഹു ചില ഹൃദയങ്ങളിലേക്ക് നോക്കുകയും ആ ഹൃദയങ്ങളിലേക്ക് വിജ്ഞാനീയങ്ങൾ ഇട്ടുകൊടുക്കുന്നവരായി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരുപാട് ആളുകൾ. അതിൽ ഒരാളാണ് മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം. അല്ലാമ ഇബ്നുൽ ജൗസിയാണെന്നോ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളാണെന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വഅദ് നടന്നുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ആ വഅദിന്റെ സദസ്സ് സൂറത്തുർ റഹ്മാൻ പഠിപ്പിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. كل يوم هو في شأن أي كل حين كل آن هو في شأن. എല്ലാ ഓരോ സെക്കൻഡിലും അല്ലാഹു മഹത്തരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. فبأي آلاء ربكما تكذبان. ജിന്നുകളെ, മനുഷ്യരെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? ആ ആയത്തിന്റെ അർത്ഥം വെച്ച് ഇബ്നുൽ ജൗസി തന്റെ വഅദിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു പ്രായമായ ഒരാൾ, ക്ഷീണിച്ച ഒരാൾ. അയാൾ ചോദിച്ചു, അല്ല ഇബ്നുൽ ജൗസി, فبأي آلاء ربكما تكذبان كل يوم هو في شأن فبأي آلاء ربكما تكذبان. എല്ലാ ഓരോ നേരത്തും അല്ലാഹു ഒരു മഹത്തരമായ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഫമാ ശഅനുല്ലാഹിൽ യൗം, ഇന്ന് അല്ലാഹു ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറുപടി പറയാൻ കഴിയില്ല. എന്താണ് അല്ലാഹു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോദിച്ച ചോദ്യം ഒരു സാധാരണക്കാരൻ. നമ്മൾ അറിയണം, സാധാരണക്കാരായി നമ്മൾ മനസ്സിലാക്കുന്ന പലരും അല്ലാഹുവിനാൽ ഇൽമു നൽകപ്പെട്ട മുഅല്ലമീങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ആരെയും ചെറുതായി കാണരുത്. റബ്ബ അശ്അസ അഗ്ബറ ذي തുമറൈൻ ലൗ അഖ്സമ അല അല്ലാഹി ലഅബറ മിൻഹും ബറാഉ ഇബ്നു മാലിക് എന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ മുടി ജട പിടിച്ച ആളുകളെ, മാസങ്ങളായി വെള്ളം കണ്ടിട്ടില്ല, കുളിച്ചിട്ടില്ല എന്ന് തോന്നുന്നവരെ, പൊടി പിടിച്ച ആളുകളെ, വസ്ത്രമൊന്നും അത്രക്ക് വൃത്തിയില്ല, ആരുടെ വീട്ടുമുറ്റത്ത് ചെന്നാലും ആട്ടിയോടിക്കപ്പെടുന്നവർ, ഇവിടെ ആരുമില്ല പൊയ്ക്കോളൂ എന്ന് പറയുന്നവരെ, കാല് ചവിട്ടി ഉരക്കുന്ന ചവിട്ടിയായ രണ്ട് സാധനം അരമുണ്ടായും തോളിലും ധരിക്കുന്ന ആളുകൾ, പച്ചപ്പാവങ്ങളെ, അവരെങ്ങാനും അല്ലാഹുവിനെ മുൻനിർത്തി വല്ലതും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു അവർക്കത് നൽകിയിരിക്കും. മിൻഹും ബറാഉ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാഉ ഇബ്നു മാലിക് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമായ ഒരാൾ, ക്ഷീണിച്ച ഒരാൾ, പൊടിപിടിച്ച ഒരാളാണ് എഴുന്നേറ്റ് ആയിരക്കണക്കിന് ആളുകൾ, 30 ലക്ഷത്തോളം ആളുകൾക്ക് ദഅവത്ത് നൽകിയ മഹാനാണ് ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. വലിയ പ്രഭാഷകനായിരുന്നു. താൻ ഇൽമു എഴുതി വെക്കാൻ പേന ചുരണ്ടിയ വേസ്റ്റിന്റെ ആ വേസ്റ്റ് കൊണ്ടാണ് പേന ചുരണ്ടിയ ആ പേനയുടെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് തണുപ്പുള്ള ഒരു കാലത്ത് മഹാലോകത്തോട് വിട പറയുമ്പോൾ അവരുടെ വസിയത്ത് കൊണ്ട് ആ വെള്ളം ചൂടാക്കാൻ പേന ചുരണ്ടിയ വേസ്റ്റാണ് ഉപയോഗിച്ചത്. ഒരു ചെമ്പ് വെള്ളം. അന്ന് തണുപ്പുള്ള കാലമാണ്. എന്നിട്ട് വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പേന ചുരണ്ടിയത് വേസ്റ്റ്, എന്നാലും ബാക്കിയുണ്ടായിരുന്നു, വസിയത്തുണ്ടായിരുന്നു മഹാന്റെ. ഞാൻ മരിക്കുന്നത് ഐസ് പെയ്യുന്നൊരു ഒരു സമയത്താണെങ്കിൽ ആ വെള്ളം ഒന്ന് ഒരൽപ്പം ചൂടാക്കിയെടുക്കാൻ, ഐസിനെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്റെ പേന ചുരണ്ടിയ വേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനത്തെ മഹാൻ, മില്യൺ കണക്കിന് പേജുകൾ കിതാബ് എഴുതിയ മഹാൻ. മഹാനവറുകളോടാണ് ചോദ്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരാം, ഉത്തരം നാളെ പറഞ്ഞു തരാം. നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നില്ല. പിറ്റേന്നും വഅദുണ്ട്. അന്നും ചോദിച്ചു ഇയാൾ, മാ ശഅനുല്ലാഹിൽ യൗം, അല്ലാഹു ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാളെ പറഞ്ഞുതരാം കേട്ടോ, ഇരിക്കും.
വീണ്ടും വഅദ് തുറന്നു. മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇത് ആരോ കണ്ട ഏതോ ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള പ്രഗത്ഭരായ ആലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണിത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ വരുന്നു. ഇബ്നുൽ ജൗസിയോട് ചോദിക്കുന്നു, അല്ല, ഒരു ചോദ്യം നിങ്ങളെ വല്ലാതെ കുഴക്കിയല്ലേ? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അതിന്റെ അർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ വിഷമിച്ചല്ലേ? ആള് ചോദിച്ചിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലേ? യാ റസൂലല്ലാഹി അഗ്ഫിനി, നബിയേ എനിക്ക് മറുപടി വേണം, അങ്ങ് സഹായിക്കണം. മുത്തനബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. അതാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ. അല്ലാഹുവിന് ഒരുപാട് കാര്യങ്ങൾ റബ്ബ് ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളെല്ലാം അല്ലാഹു വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ നേരത്തെ അപ്പോഴേ തുടങ്ങുന്ന വിഷയമല്ലത്. അല്ലാഹുവിന്റെ ഖൽഖ് കഴിഞ്ഞ് അല്ലാഹു ഇബാദുകൾക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. ഒരുപാട് ആളുകളെ അല്ലാഹു ഉയർത്തുകയും ഒരുപാട് ആളുകളെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷായി. ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം കിട്ടിയ പിന്നെ പറയാൻ ആവേശമായല്ലോ. നാലാമത്തെ ദിവസം ഐന സാഇൽ, ചോദിച്ച ആളെവിടെ? ദാ ഞാനിവിടെ. ആ ചോദ്യം ആവർത്തിച്ചാട്ടെ. എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞ അല്ലാഹു എല്ലാ ദിവസവും എല്ലാ നേരത്തും ഒരു മഹത്തായ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്നെന്താണ് അല്ലാഹു ചെയ്യുന്നത്? അതാണ് എന്റെ ചോദ്യം. അതിനുത്തരം ഞാൻ പറയാം. ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യർഫഉ അഖ്വാമൻ വയഖ്ഫിദു ആഖരീൻ. ഉത്തരം പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ? ഉത്തരങ്ങ് പറഞ്ഞപ്പോ ആ ചോദിച്ച ആള് പറഞ്ഞൊരു വാക്ക് എന്താ പറഞ്ഞതറിയോ? അക്സിർ മിനസ്സലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഈ ഉത്തരം നിങ്ങൾക്ക് ആരാണോ സ്വപ്നത്തിൽ പറഞ്ഞു തന്നത് ആ ആളിന്റെ മേൽ സ്വലാത്തും സലാമും ധാരാളം വർദ്ധിപ്പിച്ചേക്കണം. ഇബ്നുൽ ജൗസി. പിന്നെ അയാളെ കാണാൻ പറ്റിയിട്ടില്ല. പറഞ്ഞു കൊടുത്ത വിഷയം പോലും അദ്ദേഹത്തിന് അറിയാൻ പറ്റിയാണ്. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഉറക്കെ ചൊല്ലല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കി നല്ലൊരു റാഹത്തുണ്ടാവും. അല്ലാഹ്, സുവനീർ കുറച്ചാളെ കയ്യിലേ കാണുന്നുള്ളല്ലോ. ഇനിയും വാങ്ങാത്തോലുണ്ടാ? കുറെ ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അത് വെച്ചിട്ട് കൈ പൊക്കിയതാണല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ തിരക്കുള്ളവർ പോയിക്കോളിട്ടോ ഇൻഷാ അല്ലാഹ്. കുഞ്ഞ് മഞ്ഞൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആ മൂലരെ വേദോണ്ട് എനിക്ക് പനി പിടിച്ചു എന്ന് നാളെ പറയരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങളായിട്ട് തലക്കൊക്കെ ഒന്ന് മറിച്ച് ഒന്ന് അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ ഇൻഷാ അല്ലാഹ്. പ്രയാസമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. തിരക്ക് ഉള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാ എഴുന്നേറ്റ് പോവുക എന്നൊക്കെ തോന്നണ്ട. സമ്മതം തന്നു. നിങ്ങൾ ഖിയാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. സമയം വൈകിപ്പോയതിന്റെ പേരിൽ പറയാം ഇൻഷാ അല്ലാഹ്. മുന്നോട്ട് പോവല്ലേ? ബിസ്മില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇൽമു ലദുന്നിയായി വാങ്ങിയ മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം ആയിരിക്കണം ആ വന്ന് ചോദിച്ചത് എന്ന് മഹാനായ ഇബ്നുൽ ജൗസി സംശയിച്ചു പോയി. ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞപ്പോ ഇത് നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നതല്ലേ? സ്വലാത്ത് ചൊല്ലിക്കോളൂ. അല്ലാഹു നൽകുന്ന ഇൽമാണത്. ആ ഇൽമ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മോത്തയിൽ പറഞ്ഞ പോലെ ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ. ഇൽമ് എന്ന് പറയുന്നത് ഒരുപാട് റിവായത്ത് ചെയ്യലല്ല, ഒരുപാട് ഉദ്ധരിക്കലല്ല. വലാകിൻ ഇൽമ് എന്ന് പറയുന്നത് മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്ന ഒരു പ്രകാശമാണത്. അത് നമ്മുടെ അമലിൽ കാണാൻ കഴിയണം.
നമ്മുടെ അമലിൽ കാണാൻ കഴിയണം. അതാണ് ഇൽമ്. കുറെ ഓർമ്മശക്തി, അതിനെയല്ല ഇൽമ് എന്ന് പറയുന്നത്. ഇൽമ് ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന പ്രകാശമാണ്. വസദ്ദഖഹുൽ അമൽ, മനുഷ്യന്റെ കർമ്മം അതിനെ ശരിവെക്കുകയും വേണം. തഹജ്ജുദ് നിസ്കാരത്തിന് കൂലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിസ്കരിക്കണം, അപ്പോഴത് ഇൽമാവാൻ. ദുഹാ നിസ്കാരത്തിന്റെ പുണ്യറിഞ്ഞു എന്നാ പിന്നെ അത് നിസ്കരിക്കണം. എത്ര തിരക്കാണെങ്കിലും നാവ് സൂക്ഷിക്കണം എന്നറിഞ്ഞു, അതിന്റെ വിനകളും അതിന്റെ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു എന്നാ പിന്നെ സൂക്ഷിക്കണം. എന്താണോ നമ്മൾ കേൾക്കുന്നത് അത് ജീവിതത്തിൽ പകർത്തുന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഒരു കാലത്ത് ബിദ്അത്തിന്റെ ചിന്തകൾ മുസ്ലിം ലോകത്തേക്ക് കയറി വന്നപ്പോൾ, മുഅ്തസിലി ആശയം ലോകത്ത് കടന്നു വന്നപ്പോൾ, അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച്, റബ്ബിന്റെ വിശേഷണങ്ങളെ കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദക്ക് പോലും ഘടകവിരുദ്ധമായ ആശയങ്ങൾ അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞു പരത്തിയപ്പോൾ, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി അടിപതറാതെ പോരാടിയ മുഹദ്ദിസാണ്, മദ്ഹബിന്റെ ഇമാമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അവരുടെ പരിശുദ്ധമായ മുസ്നദ് എന്ന ഗ്രന്ഥം, ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഏറ്റവും വലിയ ഗ്രന്ഥം, ദി എൻസൈക്ലോപീഡിയ ഓഫ് ഹദീസ് എന്ന് പറയുന്ന സർവവിജ്ഞാനകോശം, ഹദീസിന്റെ മൗസൂഅ എന്ന് പറയാൻ പറ്റുന്ന മഹാനവറുകളുടെ ഗ്രന്ഥമാണ്. 40,000 സനദുകളിലൂടെ ഹദീസ് നമുക്ക് കൈമാറിയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം 10 ലക്ഷം ഇമാം ഷാഫിഈ തങ്ങളും 7 ലക്ഷം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളും എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, രണ്ടുപേരും 10 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം ഹദീസുകൾ. എന്താ ആ ഹദീസുകളെ സംബന്ധിച്ച് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ ഹദീസും അമൽ ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു അമൽ ചെയ്യാൻ അല്ലാഹു അവസരം തന്നത് അന്നത്തെ ഭരണാധികാരി മുഅ്തസിം തന്നെ ശിക്ഷ വിധിച്ചുകൊണ്ട് ജയിലിലേക്ക് അടക്കാൻ പോകുന്ന കാലത്താണ്. ഖൽഖുൽ ഖുർആനിന്റെ വിഷയമുണ്ടായി. വിശുദ്ധമായ ഖുർആൻ എന്ന അല്ലാഹുവിന്റെ കലാം, നമ്മൾ ഓതുന്ന റബ്ബിന്റെ കലാം, ആ കലാം സൃഷ്ടിയല്ല, സ്രഷ്ടാവിന്റെ, സൃഷ്ടിക്കപ്പെടാത്ത റബ്ബിന്റെ വിശേഷണമാണത്. അല്ലാഹു മഖ്ലൂഖുകളെ പോലെയല്ല, അല്ലാഹു ഖാലിഖാണ്, അല്ലാഹു സ്രഷ്ടാവാണ്, നമ്മൾ സൃഷ്ടികളാണ്. റബ്ബിന്റെ ദാത്ത് സൃഷ്ടിക്കപ്പെട്ടതല്ല. വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. നമ്മൾ ഈ അച്ചടിച്ചു വെച്ച പേജിനെ കുറിച്ചോ കടലാസിനെ കുറിച്ചോ അല്ല പറയുന്നത്. അല്ലാഹുവിന്റെ കലാം, റബ്ബിന്റെ സംസാരമായ ഖുർആൻ, അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് അന്നത്തെ പുത്തനാശയക്കാർ വാദിച്ചു. അല്ല എന്ന് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞു, അല്ല, ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ്. ആ വാദം ശരിവച്ചാൽ ഖുർആനിൽ തിരുത്തൽ വേണം എന്നവർ അതിന്റെ പിന്നാലെ കൊണ്ടുവരും. അതുകൊണ്ട് മഹാനവറുകൾ പാറ പോലെ ഉറച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഖുർആൻ ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ് രാജാവിന്റെ അഭിപ്രായം. അതിനൊത്ത് പറയാൻ കഴിയോ? അടിക്കാൻ തുടങ്ങി. അന്ന് ജല്ലാദ് മഹാനവറുകളെ ചാട്ടവാറുകൊണ്ട് അടി കൊണ്ട് അവര് പറയുമായിരുന്നു. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർക്ക് അടി കൊടുത്ത ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അടിക്കുന്നത് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരോട് ദേഷ്യമുണ്ടായതിന്റെ പേരിലല്ല, പിന്നെയോ എന്റെ ഡ്യൂട്ടി അതാണ്, ഞാൻ എന്ത് ചെയ്യും? ആ അടിയെങ്ങാനും ഞാനൊരു ഒട്ടകത്തെയാണ് അടിച്ചത് എങ്കിൽ ആ ഒട്ടകം ചത്തുപോകുമായിരുന്നു. അത്രക്ക് എന്നോട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബോധം കെട്ട് വീഴും, ഇരുന്ന് നിസ്കരിക്കും. ചോര ഒലിക്കുന്നുണ്ട് എന്നിട്ട് നിസ്കരിക്കുമ്പോ ജയിലിലെ ആളുകളൊക്കെ പറഞ്ഞു, അല്ല ചോര നജസല്ലേ, നിങ്ങൾ എങ്ങനെയായി ചോര കൊണ്ട് നിസ്കരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വയറ്റിന് കുത്തേറ്റ് ചോരയിൽ പിടഞ്ഞു കുളിച്ച നേരത്ത് ആ സുബഹി നിസ്കാരം മടക്കി നിസ്കരിച്ചിട്ടില്ലയോ? പിന്നെ എന്തേ എനിക്ക് കുഴപ്പം? വേറെ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് പോലീസുകാർ പിടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ഒളിച്ചു താമസിക്കുകയാണ്. ശിഷ്യനോട് പറഞ്ഞു, എനിക്ക് താമസിക്കാൻ ഒരു ഇടം നീ കാണിച്ചു തരണം. ശിഷ്യൻ മഹാനവറുകൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കൊടുത്തു. 3 ദിവസം അവിടെ ഒളിച്ചിരുന്നു. 3-ാമത്തെ ദിവസം പറഞ്ഞു, മോനെ, തന്റെ ശിഷ്യനോട് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞു, അബൂ അബ്ദുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറണം.
ചോദിച്ചു, ഉസ്താദേ, എന്ത് പ്രയാസമാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്? വല്ല ബുദ്ധിമുട്ടുണ്ടായോ? എന്തിനാണ് ഈ മാറി താമസിക്കുന്നത്? നിങ്ങൾ മാറിപ്പോകുന്ന പോക്കില് മുഅ്തസിമിന്റെ പോലീസുകാരെ കണ്ടാൽ നിങ്ങളെ പിടിക്കൂലേ? എന്തിനാ നിങ്ങൾ മാറുന്നത്? ഉസ്താദിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? എന്തെങ്കിലും പ്രയാസമുണ്ടായോ എന്ന് ചോദിച്ചപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, എന്റെ കൈ കൊണ്ട് ഞാൻ ഹബീബിന്റെ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹദീസിൽ ഓരോന്നും ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഹാജറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്കത ഇലാ മദീന. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി തങ്ങൾ ഹിജ്റ പോയി. ആ ഹിജ്റ പോകുന്ന പോക്കിൽ 3 ദിവസമാണ് ഗാർ സൗറിൽ, ആ ഗുഹയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചു പാർത്തത് 3 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മോനെ, ആ ഹദീസ് ഞാൻ ഇവിടെ എന്റെ ജീവിതത്തിൽ പകർത്താൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ഹബീബ് ഒളിച്ചിരുന്ന 3 ദിവസമേ ഞാനും ഒളിച്ചിരിക്കൂ. പിന്നെ ഹബീബ് നടന്നു പോയതല്ലേ, ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. 3 ദിവസം കഴിഞ്ഞു മോനെ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ ഹദീസ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെന്ന് മഹാനായ ഈ ഉമ്മത്തിന്റെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. നമുക്ക് എത്ര ഹദീസുകൾ ഓതി പോകുന്നു മുഅ്മിനെ, എത്ര ഹദീസ് ഓതുന്നു. നമ്മൾ അത് തത്ബീഖ് ചെയ്യുന്നുണ്ടോ എന്നത് വിഷയമാണ്. നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ അതുകൊണ്ട് കാര്യം? എന്ത് കാര്യം? അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ അരികത്ത് തന്റെ ശിഷ്യൻ വന്നു. ശിഷ്യൻ ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു. അന്ന് അവിടെ പാർത്തു. ശിഷ്യന്റെ റൂമിന്റെ മുമ്പിൽ ഒരു ജഗ് വെള്ളം കൊണ്ടുവന്ന് വെച്ചു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവര്. മുത്തഅല്ലിം വന്നിരിക്കുകയാണ് ഉസ്താദിന്റെ വീട്ടിലേക്ക്. താമസിക്കാനൊക്കെ സൗകര്യം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഒരു ജഗ് വെള്ളം റൂമിന്റെ മുമ്പിൽ, റൂമിന്റെ അകത്തൊന്നും അറ്റാച്ച്ഡ് ഒന്നും ഇല്ലല്ലോ, റൂമിന്റെ പുറത്ത് വെച്ചു കൊടുത്തു. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവര് സുബ്ഹി നിസ്കരിക്കാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ആ വെള്ളം അനങ്ങിയിട്ടില്ല. അപ്പോ മഹാനവറുകൾ അത് വെച്ചത് രാത്രിയിലെ തഹജ്ജുദ് നിസ്കരിക്കുന്ന മോനായിരിക്കും, മുതഅല്ലിമല്ലേ, രാത്രിയിൽ ചില വൃദ്ധൊക്കെ ഉണ്ടാകും, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കും, ഒന്ന് ഉദു കൊടുത്ത് നിസ്കരിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ, അപ്പൊ വീട്ടുകാരെ വിളിച്ചുണർത്തേണ്ടി വരില്ലല്ലോ, അതിന് വെച്ചു കൊടുത്തതാണ്. നോക്കുമ്പോ മുതഅല്ലിം ഉറങ്ങിയിട്ടുണ്ട്, സുബ്ഹിക്ക് എഴുന്നേറ്റത്. സുബ്ഹാനല്ലാഹ്, ത്വാലിബു ഇൽമിൻ ലാ ബിർദ ലഹു മിനൽ ലൈൽ. വാതിലിന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, ആ കുട്ടി പിന്നെ ജന്മത്തിൽ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. ഇൽമു പഠിക്കുന്ന ഒരു മോൻ രാത്രി നിസ്കാരം ഇല്ലല്ലേ? സുബ്ഹാനല്ലാഹ്, അതെന്ത് അത്ഭുതം പഠിച്ചവനെ. മുതഅല്ലിം തഹജ്ജുദ് നിസ്കരിക്കണില്ലേ? ഇങ്ങനെയാണ് മുതഅല്ലിം. പിന്നെ എങ്ങനെ തലയെക്കെട്ട് മടിയിൽ വെച്ചിട്ട് സിനിമ കാണാൻ പോവാ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളെങ്ങനെ വേഷം മാറിയിട്ട് പിന്നെ തെറ്റ് ചെയ്യാൻ വേണ്ടി പോവാ? രാത്രി തഹജ്ജുദ് ഇല്ലാത്ത ഒരു മുതഅല്ലിമോ, എന്ത് ഇൽമാണിത്? എന്ത് ഇൽമ്? രാത്രി തഹജ്ജുദ് നിസ്കരിക്കാത്ത ആളോ? പടച്ചോനെ, ഈ മുതഅല്ലിമൊക്കെ വലുതായി വന്ന എങ്ങനെ ആലിമാവാ? ഇൽമ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ്? എന്നാ മുതഅല്ലിമിൻ കേൾക്കത്തക്കെ വാതിലിന്റെ അരികത്ത് വന്ന മഹാനവറുകൾ പറയാൻ മടി കാണിച്ചില്ല. എന്തിനെന്നറിയോ? അതാണ് തർബിയത്ത്. അതാണ് ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ടത്, തെറ്റുകളെ തിരുത്തി കൊടുക്കുന്നത്. ഒരു വിദ്യാർത്ഥിയിൽ അമലിന്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നത്, അതാണ് ഒരു ഗുരുനാഥന്റെ ജോലി. അമല് ചെയ്യിപ്പിക്കുക, ഇബാദത്ത് വർദ്ധിപ്പിക്കുക. ഇന്ന് ഇല്ലാത്ത വിഷയം അതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എല്ലാരെ പറ്റിയല്ല. അങ്ങനെ ഉള്ളവരുണ്ട്, പക്ഷെ വലിയൊരു വിഭാഗം വെറുതെ ദന്തനത്തുൻ ഇങ്ങനെ ചൊല്ലിപ്പാടി നടക്കാൻ അമല് ചെയ്യാത്ത അവസ്ഥ വരുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലി ഗൈസിൻ. എന്നെ അല്ലാഹു പറഞ്ഞേക്കുകയും എന്റെ കയ്യിൽ അല്ലാഹു സന്മാർഗ ദർശനവും വിജ്ഞാനവും നൽകിയതിന്റെ ഉദാഹരണം ഒരു മഴ പോലെയാണ്, ഒരു ഗൈസ് പോലെയാണ്. അറബിയിൽ മഴക്ക് മത്തർ എന്ന് പറയും, പക്ഷെ നബി തങ്ങൾ ഗൈസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഗൈസും മത്തറും ചെറിയൊരു വ്യത്യാസമുണ്ട്. മത്തർ എന്ന് പറയുമ്പോൾ ഖുർആൻ അത് ഉപയോഗിച്ചത് അദാബ്, ശിക്ഷയായി ഇറക്കിയ മഴയെ സംബന്ധിച്ച് പറയാനാണ്.
فأمطرنا وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. അവരുടെ മേൽ, ആ കുറ്റവാളികളുടെ മേൽ നാം ശിക്ഷയുടെ മഴ ഇറക്കി കൊടുത്തു. ചരൽക്കല്ലുകൾ മഴ വർഷിച്ചു, ഹെയിൽ സ്റ്റോം മഴ വന്നു. അതുകൊണ്ടാണ് നിബിതങ്ങൾ മത്വർ എന്ന് പറയാതെ ഗൈസ് എന്നാണ് അവിടെ പറഞ്ഞത്. ഗൈസ് എന്ന് പറഞ്ഞാൽ മഴയാണ്, എന്നാൽ ഏറ്റവും ശുദ്ധിയുള്ള വെള്ളം മഴ പെയ്യുമ്പോൾ അതിനാണ് ഗൈസ് എന്ന് പറയുന്നത്. ഗൈസ് എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യ ഹൃദയത്തിനും ആത്മാവിനും ഗൗസുണ്ട്, ഒരു സഹായമുണ്ട്. ഗൈസ് എന്ന് പറഞ്ഞാൽ ഹദീസ് വാഹിദിൻ ബിറബ്ബി, അല്ലാഹുവിൽ നിന്ന് ഏറ്റവും ഈ പുതുതായി വന്നതിനാണ് ഗൈസ് എന്ന് അറബിയിൽ പറയാം. അതുകൊണ്ട് എനിക്ക് അല്ലാഹു നൽകിയ ഇൽമും എന്റെ കയ്യിലുള്ള സന്മാർഗവും പുതുതായി പെയ്യുന്ന മഴ പോലെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇമാം ബുഖാരി തങ്ങൾ ബാബു മൻ തമത്വറ ഫിൽ മത്വരി എന്ന് പറഞ്ഞ് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് മഴ കൊള്ളുന്നതിനെ കുറിച്ച്. കാന ഇദാ നസല അൽ ഗൈസ് ഖറജ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിയാബിഹി യതമത്വറ. മഴ പെയ്തു തുടങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ച് മഴ കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നത്രേ. മഴ പെയ്യുമ്പോ ആ മഴ കൊള്ളുക, അതിലൊക്കെ വലിയ ഗുണങ്ങളുണ്ടെന്നൊക്കെ പിന്നീട് ആരെങ്കിലൊക്കെ പറയും. ജലദോഷം പനിയൊന്നും പിടിക്കൂല എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാ, എല്ലാ മഴയും കൊള്ളാം. പുതുതായി പെയ്യുന്ന മഴ എന്തായാലും കൊള്ളണമെന്ന്. ആദ്യമായിട്ട് മഴ പെയ്യുമ്പോ അതൊന്ന് ദേഹത്ത് കൊള്ളും, നനഞ്ഞ കുഴപ്പമില്ല. നിബിതങ്ങൾ ആ മഴ കൊണ്ടിട്ട് പറയും ഹദീസ് വഹദിൻ ബിറബ്ബി, ഇത് അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ്, വളരെ പുതുതായി വന്നതാണ്, വളരെ ഫ്രഷാണ്, എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണിതെന്ന് പറഞ്ഞ് ഹബീബായ നിബിതങ്ങൾ പുതുമഴ എപ്പോഴും കൊള്ളുമായിരുന്നുവെന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. നിബിതങ്ങൾ ഈ ലോകത്തേക്ക് പറഞ്ഞേക്കപ്പെട്ടതൊരു മഴ പോലെയാണത്രേ. ഫകാന മിൻഹാ കമസലിൽ ഗൈസി അസ്വാബ അർദൻ, ഒരു ഭൂമിയിലേക്ക് ആ മഴ പെയ്തു. فكان منها نقيا قبلت الماء فأنبتت الكلأ والعشب الكثير. മഴ പെയ്തു, ആ മഴ കൊണ്ട് ഒരുപാട് ചെടിയും ഒരുപാട് പുല്ലുകളും കൃഷികളും ഉണ്ടായി. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു. വേറെ ഒരു വിഭാഗം മണ്ണിലും വെള്ളം പെയ്തു. അജാദിബു, കോറികൾ പോലെ വെള്ളം വറ്റാത്ത പാറക്കെട്ടുകള് കുളങ്ങളായി വെള്ളം കെട്ടി നിന്നു. അതെടുത്തിട്ട് ആളുകള് നനച്ചു, കൃഷികൾ നനച്ചു. ആ മണ്ണിൽ നനയുന്നില്ല, പക്ഷെ ആ വെള്ളം ഒരിക്കലും ഭൂമിയിലേക്ക് ആണ്ടുപോവാതെ അവിടെ നിൽക്കും. ഒരു നല്ല കുഴി പോലെ അല്ലെങ്കിൽ കുളം പോലെ അതിൽ നിന്ന് ആളുകൾ വെള്ളമെടുത്ത് കൃഷിക്ക് നനക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിഭാഗം മണ്ണ് ഭൂമിയിലുണ്ട്. വേറെ ഒരു വിഭാഗം വെള്ളം അവിടെ പിടിച്ചു നിൽക്കുകയോ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയോ ഇല്ല. ആ മഴവെള്ളം വേസ്റ്റായി പോകുന്ന അവസ്ഥയിൽ വെള്ളം അവിടെ കെട്ടി നിർത്തുകയോ അവിടെ ചെടികളോ സസ്യമോ മുളക്കുകയോ ഇല്ല. അങ്ങനത്തെ ഒരു ഭാഗവും ഭൂമിയിലുണ്ടല്ലോ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇത് ഞാൻ ഇൽമു കൊണ്ടുവരികയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളിന്റെ ഉദാഹരണമാണ് ആദ്യം പറഞ്ഞത്. ആ മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നു, ചെടികളുണ്ടായി, കൃഷിയുണ്ടായി. അതാണ് പണ്ഡിതന്മാർ, അതാണ് ആലിമീങ്ങൾ. ചില ആളുകൾ വെള്ളം അവരുടെ ജീവിതത്തിൽ പകർത്തിയില്ല, പക്ഷെ ഇൽമുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് വെള്ളം കെട്ടിനിന്നത്. എന്നാൽ ഒരു നിലക്കും ഇൽമു പഠിക്കാതെ ജീവിതത്തിൽ നന്മ വരുത്താതെ വെറുതെ ജീവിച്ചു തീർത്ത ആളുകളുണ്ട്. അവരാണ് എന്നെ അല്ലാഹു പറഞ്ഞയച്ചത് കൊണ്ട് ഒരു ഉപകാരവും കിട്ടാതെ എല്ലാ പുതിയ സിനിമയും പോയി കാണും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എത്ര ആളുകളുണ്ട് അതിന് സമയം ചെലവഴിച്ച്. ഞാനിവിടെ പട്ടാമ്പിയില് ഒരു രാത്രി ഇവിടെ വഴിക്ക് വരുമ്പോ തങ്ങി. അപ്പോൾ നിരന്തരമായിട്ട് ബൈക്ക് വരുന്നു ആ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തുനിന്ന്. അപ്പോൾ കൂടുതൽ ആളോട് ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ വല്ല വേളോ വല്ല പരിപാടി എന്തെങ്കിലും കഴിഞ്ഞ് വരികയായിരിക്കും എന്നൊക്കെ. 2-3 ബൈക്കൊക്കെ ചെറുപ്പക്കാരും തലകെട്ടല്ല ടവല കെട്ടി ഇങ്ങനെ രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ട്.
പിന്നെ പറഞ്ഞ സിനിമ ഉണ്ട് വരികയാണ്, പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് പോയി. എത്രയാ ബൈക്ക്, സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെങ്ങനെ ചീറിപ്പാഞ്ഞു പോവുക. ഒക്കെ നമ്മളെ മക്കളല്ലേ, നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ. ഒരൊറ്റ ഒരു വക്ത് വിടൂല എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ സിനിമ അത് എവിടെ റിലീസ്, നിലമ്പൂരാണെങ്കിലും പോകും, ഇവിടെ നിലമ്പൂരിലേക്ക്, തൃശ്ശൂർ, എറണാകുളത്തേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു കൊണ്ടുവരികയും അതിലേക്ക് ചെവി കൊടുക്കാൻ പോലും സമയം കണ്ടെത്താതെ അനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെവി കൊടുക്കുന്ന ആളുകൾ, ഭൂമിയിലേക്ക് മഴ പെയ്തിട്ട് ആ വെള്ളം തങ്ങുകയോ ആ വെള്ളം ഉപകാരപ്പെടുകയോ ചെയ്യാത്ത, ഒരു ഫലഭൂയിഷ്ഠമില്ലാത്ത മണ്ണിനെ പോലെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ അത് ഉപകാരപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയാനുള്ള അവസരം അല്ലാഹു നമുക്ക് തരും. നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ദീനിനെ സംബന്ധിച്ചും അല്ലാഹുവിനെ സംബന്ധിച്ചും കേൾക്കാനുള്ള ഒരു മനസ്സ്, അതറിയാനുള്ള ഒരു താല്പര്യം അല്ലാഹു നമ്മുടെ മനസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ വന്നത് അല്ലാഹു ആ നൽകിയ താല്പര്യത്തിന്റെ അടയാളമാണ്. അല്ലാഹു നിങ്ങൾക്ക് ആ ഇൽമു കൊണ്ട് അല്ലാഹു ഉപകാരം നൽകട്ടെ.